ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3 സൂപ്പറിൻറ്റൻഡൻറ്റ് ഗ്രേഡ് 2-ൻ്റെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 2014 നടന്ന കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലുള്ള അടുത്ത 10 ക്വസ്റ്റ്യനാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ അവൈലബിൾ അറ്റ് ദ ടെയിൽ എൻഡ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ടെയിൽ എൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രഷറിന് നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ പ്രഷറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏറ്റവും ടെയിൽ എൻഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ റെസിഡ്വൽ ഹെഡ് എന്ന് പറയുക. എന്താണ് ഈ റെസിഡ്വൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഒരു പൈപ്പ് ലേഔട്ടിന്റെ ഏറ്റവും എൻഡിൽ വെള്ളത്തിന് എന്തുണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിനെയാണ് റെസിഡ്വൽ ഹെഡ് എന്ന് പറയുക. യൂഷ്വലി എന്താണ്, നമുക്കറിയാം വെള്ളം എന്താണ് ഒരു പ്രഷറിൽ പുറത്തോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫയർ ഹൈഡ്രന്റ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫയർ ഹൈഡ്രന്റിന് എന്തുണ്ടാവണം, ഒരു സർട്ടൺ പ്രഷർ ഉണ്ടാവണം അല്ലേ. നമുക്ക് നിശ്ചിത അളവിലേക്ക് അല്ലെങ്കിൽ ദൂരത്തേക്ക് ഇഫക്റ്റീവായിട്ട് ആ വെള്ളത്തിന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടെയിൽ എൻഡിൽ എന്തുണ്ടാവണം, ഒരു പ്രഷർ ഉണ്ടാവണം. ആ പ്രഷറിനെയാണ് എന്ത് പറയുക, റെസിഡ്വൽ ഹെഡ് എന്ന് പറയുക. പിന്നെ അവൈലബിൾ ഹെഡ് ഒക്കെ നമുക്കറിയാം, എന്താണ്, നമ്മൾ വെള്ളം പിന്നെ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക, അവൈലബിൾ ഹെഡ് എന്ന് പറയുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ പൈപ്പ് റിസീവിംഗ് ദ ഡിസ്ചാർജ് ഫ്രം ദ സോയിൽ ഫിറ്റ്മെന്റ് ഈസ് കോൾഡ് ആസ്. ഒരു സോയിൽ ഫിറ്റ്മെന്റിൽ നിന്ന് ഡിസ്ചാർജ് റിസീവ് ചെയ്യുന്ന പൈപ്പിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താണ് ഈ സോയിൽ ഫിറ്റ്മെന്റ് എന്ന് പറയാം. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ സാനിറ്ററി ഫിറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. സാനിറ്റേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വാട്ടർ ക്ലോസറ്റുകൾ, വാഷ് ബേസിൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സാനിറ്ററി ഫിറ്റ്മെന്റുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ സാനിറ്ററി ഫിറ്റ്മെന്റുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നിനെ നമുക്ക് അബ്ലൂഷൻ ഫിറ്റ്മെന്റ് എന്ന് പറയാം, രണ്ടാമത്തതിന് സോയിൽ ഫിറ്റ്മെന്റ് എന്ന് പറയാം. അബ്ലൂഷൻ ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേസ്റ്റ് വാട്ടറുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി ഫിറ്റ്മെന്റുകളാണ് ശരിക്കും അബ്ലൂഷൻ ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് വാഷ് ബേസൺ, ബാത്ത് ടബ്, ഷവർ ട്രേ, കിച്ചൺ സിങ്കുകൾ, ഇങ്ങനത്തെയൊക്കെ എന്താണ്, സാനിറ്ററി ഫിറ്റ്മെന്റുകളാണ്. അപ്പൊ ഇവിടെ ഇതിലൂടെ വരുന്ന വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും, വേസ്റ്റ് വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഫിറ്റ്മെന്റ് ആണ് സോയിൽ ഫിറ്റ്മെന്റ്. സോയിൽ ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ വേസ്റ്റുകൾ, നൈറ്റ് സോയിൽ ഏതിലുണ്ടാവുക, വാട്ടർ ക്ലോസറ്റിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ യൂറിനൽസ്. അപ്പൊ ഇതിലൊക്കെ വരുന്ന ഈ ഹ്യൂമൻ എക്സ്ക്രീറ്റ വരുന്ന ഇത്തരത്തിലുള്ള ഫിറ്റ്മെന്റുകളെയാണ് നമ്മൾ സോയിൽ ഫിറ്റ്മെന്റ് എന്ന് പറയാം. നമുക്കറിയാം ഈ സോയിൽ ഫിറ്റ്മെന്റുകൾ അല്ലെങ്കിൽ വാട്ടർ ക്ലോസറ്റ് ഒക്കെ കണക്ട് ചെയ്യുന്ന പൈപ്പിന് പറയുന്ന പേരെന്താണ്, സോയിൽ പൈപ്പ് എന്നാണ്. അപ്പോൾ സോയിൽ ഫിറ്റ്മെന്റുകളിൽ നിന്നുള്ള ഡിസ്ചാർജ് കളക്ട് ചെയ്യുന്ന പൈപ്പിനെയും എന്താണ്, സോയിൽ പൈപ്പ് എന്നാണ് പറയുക. നൈറ്റ് സോയിൽ ക്യാരി ചെയ്യുന്ന പൈപ്പാണ് എന്ത്, സോയിൽ പൈപ്പ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് വെന്റ് പൈപ്പ്? വെന്റ് പൈപ്പ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പൈപ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു എക്സ്ഹോസ്റ്റ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഒരു പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ പൈപ്പിനെയാണ് വെന്റ് പൈപ്പ് എന്ന് പറയുക. വെന്റ് പൈപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീവറിലുള്ള ഗ്യാസുകൾ, അതായത് നമ്മൾ ആ വേസ്റ്റ് പൈപ്പിൽ ഉണ്ടാവുന്ന ഫൗൾ ഗ്യാസുകളെ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രഷർ അതിൻ്റെ ഉള്ളിൽ നിലനിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വെന്റ് പൈപ്പുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് സീവർ പൈപ്പ് അല്ലെങ്കിൽ സീവേജ് പൈപ്പ്? സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിനെയാണ് അല്ലെങ്കിൽ സീവർ സിസ്റ്റത്തിലുള്ള പൈപ്പിനെയാണ് സീവർ പൈപ്പ് എന്ന് പറയാം. അപ്പോൾ സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിനെ നമുക്ക് എന്ത് പറയാം, സീവേജ് പൈപ്പ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, നൈറ്റ് സോയിൽ ക്യാരി ചെയ്യുന്ന പൈപ്പ് ഏതാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. അല്ലെങ്കിൽ സോയിൽ ഫിറ്റ്മെന്റുകളിൽ നിന്ന് ഡിസ്ചാർജ് കളക്ട് ചെയ്യുന്ന പൈപ്പ് ഏതാണെന്നാണ് ചോദ്യം. അതെന്താണ്, സോയിൽ പൈപ്പാണ്. സോയിൽ ഫിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ക്ലോസറ്റുകളും യൂറിനലും ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ലെങ്ത് ഓഫ് എൻ എഞ്ചിനീയേഴ്സ് ചെയിൻ ഈസ്. ഒരു എഞ്ചിനീയേഴ്സ് ചെയിനിന്റെ ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം.
നമുക്കറിയാം എഞ്ചിനീയേഴ്സ് ചെയിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 feet ആണ് അല്ലേ. എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുമ്പോൾ അത് മീറ്ററിലല്ല, മീറ്ററിൽ വരുന്ന ചെയിനിനെ നമ്മൾ മെട്രിക് ചെയിൻ എന്നാണ് പറയുക. യൂഷ്വലി മെട്രിക് ചെയിന് 20 to 30 മീറ്റർ ആണ് എന്ത് ചെയ്യുക നീളം ഉണ്ടാവുക, 20 മീറ്ററിൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ 30 മീറ്ററിൻ്റെ ഉണ്ടാവും. ഒരു ലിങ്കിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്നാൽ ഒരു എഞ്ചിനീയേഴ്സ് ചെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സ് ചെയിൻ്റെ നീളം എന്ന് പറയുന്നത് 100 feet ആണ്. ഒരു എഞ്ചിനീയേഴ്സ് ചെയിനിൽ 100 ലിങ്ക്സ് ആണ് ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ലിങ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 feet ആയിരിക്കും. 66 feet ഉള്ള ചെയിൻ എന്ന് പറയുന്നത് സർവേയേഴ്സ് ചെയിൻ ആണ്, അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയും. അതിന് നീളം എന്താണ്? 66 feet ആണ്. 66 feet ആണെങ്കിലും അതിൽ എന്തുണ്ടാവും? 100 ലിങ്കുകൾ ഉണ്ടാവും. വിച്ച് മീൻസ് ഒരു ലിങ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.66 feet ആണ്. ഓക്കെ. ഇനി മറ്റൊന്ന് റവന്യൂ ചെയിൻ ആണ്. റവന്യൂ ചെയിനിന്റെ നീളം എന്ന് പറയുന്നത് 33 feet ആണ്. 33 feetൽ 16 ലിങ്കുകളാണ് ഉണ്ടാവുക. ഒരു ലിങ്കിന്റെ നീളം എന്ന് പറയുന്നത് 2 × 1/16 feet ആണ്. ഓക്കെ, അതാണ് റവന്യൂ ചെയിൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഹൊറൈസൺ മിറർ ആൻഡ് ദ ഇൻഡെക്സ് മിറർ ആർ പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡാഷ് ടു ഈച്ച് അതർ ഇൻ ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ. ഒരു ഒപ്റ്റിക്കൽ സ്ക്വയറിൽ ഇൻഡെക്സ് മിററും ഹൊറൈസൺ മിററും ഏത് ആംഗിളിലാണ് വെച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അറിയുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻഡെക്സ് മിറർ നമുക്കറിയാം. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് എന്താണ്? പെർപെൻഡിക്കുലാരിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. പെർപെൻഡിക്കുലാരിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ക്രോസ് സ്റ്റാഫ് ആണ് അല്ലേ. ചെയിനിങ്ങിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്രോസ് സ്റ്റാഫ് എന്നുള്ളത്. അപ്പൊ ക്രോസ് സ്റ്റാഫ് പോലെ തന്നെ എന്താണ്? ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്, പെർപെൻഡിക്കുലാരിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഒപ്റ്റിക്കൽ സ്ക്വയർ എന്നുള്ളത്. ഒപ്റ്റിക്കൽ സ്ക്വയറിൽ 2 മിററുകളാണ് ഉണ്ടാവുക. ഒന്നിനെ നമ്മൾ ഇൻഡെക്സ് മിറർ എന്നും മറ്റേതിനെ നമ്മൾ ഹൊറൈസൺ മിറർ എന്നുമാണ് പേര് വിളിക്കുക. അതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഐസൈറ്റിൽ നിന്ന് നേരിട്ട് പോകുന്ന ലൈൻ ഓഫ് സൈറ്റ് മീറ്റ് ചെയ്യുന്നത് ഹൊറൈസൺ മിററിലാണ്. മറ്റേ മിററിന് നമ്മൾ ഇൻഡെക്സ് മിറർ എന്ന് പറയും. ഓക്കെ. ഇനി ഈ 2 മിററുകളും വെച്ചിരിക്കുന്നത് ഒരു നിശ്ചിത ആംഗിളിലായിരിക്കും. ആ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എത്രയാണ്? 45 ഡിഗ്രിയാണ്. അപ്പൊ ഇൻഡെക്സ് മിററും ഹൊറൈസൺ മിററും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇനി ഹൊറൈസൺ മിററിന്റെ പ്രത്യേകത അത് എന്താണ്? പാർഷ്യലി സിൽവേർഡ് ആണ്. വേറെ ഇൻഡെക്സ് മിറർ എന്ന് പറയുന്നത് ഫുള്ളി സിൽവേർഡ് ആണ്. ഇനി ഇവിടെ വേറെ ചില ആംഗിളുകളും കൂടെ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അതായത് ഹൊറൈസൺ സൈറ്റും ഇൻഡെക്സ് സൈറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇതാണ് ഹൊറൈസൺ സൈറ്റ്, ഇതാണ് ഇൻഡെക്സ് സൈറ്റ്. ഇത് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എല്ലാവർക്കും അറിയാം അല്ലേ. പെർപെൻഡിക്കുലർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 2 സൈറ്റുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഹൊറൈസൺ സൈറ്റും ഹൊറൈസൺ മിററും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, ഇതാണ് ഹൊറൈസൺ സൈറ്റ്, ഇതാണ് ഹൊറൈസൺ മിറർ. ഇത് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇവിടെ കാണാം, അത് 120 ഡിഗ്രിയാണ്. ഇനി ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 105 ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ട 4 ആംഗിളുകൾ, 1-2 മിററുകൾ തമ്മിലുള്ള ആംഗിൾ 45 ആണ്. ഹൊറൈസൺ മിററും അതേപോലെ തന്നെ ഹൊറൈസൺ സൈറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 105 ഡിഗ്രിയാണ്. ഹൊറൈസൺ സൈറ്റും ഇൻഡെക്സ് സൈറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ ലെങ്ത് ഓഫ് എ സ്റ്റെയർ ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലൂഡിംഗ് ലാൻഡിംഗ് ഈസ് നോൺ ആസ്. ഒരു സ്റ്റെയറിൽ ആ സ്റ്റെയറിന്റെ എല്ലാ സ്റ്റെപ്പുകളും കൂടെ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലാൻഡിങ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ റൺ എന്നാണ്. എന്താണ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയറിന്റെ ഇതെന്താണ്? ഒരു ഫ്ലൈറ്റിലാണ് എന്ത് ചെയ്യുക? സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ടാവുക അല്ലേ. ഒരു ഫ്ലൈറ്റിലാണ് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പുകളെയാണ് എന്ത് പറയുന്നത്? ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലാൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും ഒരു സ്റ്റെയറിൽ മിനിമം 3ഉം മാക്സിമം 12ഉമാണ് എന്ത് സ്റ്റെപ്പുകളുടെ എണ്ണം ഉണ്ടാവേണ്ടത്. ഇനി റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം, സ്റ്റെയർ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. എന്നാൽ ഈ സ്റ്റെപ്പിന്റെ എൻഡ് മുതൽ ലാൻഡിങ്ങിന്റെ എൻഡ് വരെ ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൺ എന്ന് പറയാം. ഇനി എന്താണ് ഈ സോഫിറ്റ്? ഓപ്ഷൻ ബി നോക്കുക. സോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സൈഡ് ഓഫ് എ സ്റ്റെയറിനെയാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് റൈസർ? റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഫോം ചെയ്യുന്നത് ഒരു റൈസറും അതേപോലെ തന്നെ ഒരു ത്രെഡും ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്റ്റെപ്പിന്റെ ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ ത്രെഡ് എന്നും വെർട്ടിക്കൽ ആയിട്ടുള്ള ആ പോർഷനെ നമ്മൾ റൈസർ എന്നുമാണ് പറയാ. എന്നാൽ എന്താണ് റൈസ്? റൈസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെയാണ് റൈസ് എന്ന് പറയാം. ഹൊറിസോണ്ടൽ ആയിട്ട് ത്രെഡിൽ വരുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ ഗോയിങ് എന്നാണ് പറയാം. ഇവിടെ നമുക്ക് കാണാം.
ഓക്കെ, എക്സ്ട്രാ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിനെ നമ്മൾ നോസിംഗ് എന്ന് പറയും. നോസിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് സ്കോട്ടിയ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൂഫ് ഹാസ് സ്ലോപ്പ് ഇൻ ഓൾ ദി 4 ഡയറക്ഷൻ ലൈക്ക് ഹിപ്പ് റൂഫ് ആൻഡ് എ പ്ലെയിൻ സർഫസ് ഫോംഡ് അറ്റ് ദ ടോപ്പ് വിൽ ബി. ഒരു റൂഫ്, ആ റൂഫ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹിപ്പ് റൂഫ് പോലെ 4 ഭാഗത്തേക്കും സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 4 ഭാഗത്തേക്കും സ്ലോപ്പ് ചെയ്യുന്ന റൂഫിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഹിപ്പ് റൂഫാണ്. ഇപ്പൊ ഇവിടെ ചോദ്യം അതാണോ? അല്ല. ഹിപ്പ് റൂഫ് പോലെ 4 ഭാഗത്തേക്കും സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എ പ്ലെയിൻ സർഫസ് ഫോംഡ് അറ്റ് ദ ടോപ്പ്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 4 ഭാഗത്തോട്ട് സ്ലോപ്പ് വന്നു എന്ന് മാത്രമല്ല, അതിന്റെ മുകൾ ഭാഗം എന്താണ്? ടോപ്പ് ഹൊറിസോണ്ടൽ ആണ്, അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. റിഡ്ജ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് 2 സ്ലോപ്പിംഗ് സർഫസസ് where the interior angle is greater than 180 degree. ഇവിടെ പറയുന്നത് ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നത് 2 സ്ലോപ്പിംഗ് സർഫസുകളുടെ ഇന്റർസെക്ഷൻ കൊണ്ടാണ്, അല്ലെ? അത് നമുക്കറിയാം, റിഡ്ജ് ഫോം ചെയ്യുന്നത് സ്ലോപ്പിംഗ് സൈഡുകളുടെ ഇന്റർസെക്ഷൻ കൊണ്ടാണ്. പക്ഷെ ഇവിടെ പറയുന്ന where the interior angle is greater than 180. പക്ഷെ അവിടെ ഇന്റീരിയർ ആംഗിൾ, സാധാരണ ഒരു റിഡ്ജ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിന്റെ ഇന്റീരിയർ ആംഗിൾ 180 ഡിഗ്രിനേക്കാൾ താഴെയായിരിക്കും എന്ത് ചെയ്യുക? ആംഗിൾ വരിക. എന്നാൽ അത് ഇന്റീരിയർ ആംഗിൾ 180 ഡിഗ്രിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അബ്സേർഡ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാണ്. കാരണം റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? 2 സ്ലോപ്പിംഗ് സർഫസുകൾ മീറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ഇൻക്ലൂഡ് ആംഗിൾ ലെസ് ദാൻ 180 ഡിഗ്രിയാണ് വരിക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശരിക്കും റിഡ്ജ് എന്ന് പറയുന്നത്. 180 ഡിഗ്രിനേക്കാൾ മുകളിൽ ഇൻക്ലൂഡഡ് ആംഗിൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റിഡ്ജ് എന്നല്ല പറയാ പറ്റൂല. അതെന്താണ്? ഒരു വാലിയാണ്. ചോദിച്ച ആളുകൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? വാലിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ റിഡ്ജ് എന്നുള്ള ടേം അവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻ ഡെലീറ്റ് ചെയ്ത് പോയതാണ്. പക്ഷെ ഇത് ഡെലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. കാരണം നമുക്ക് എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇന്റർസെക്ഷൻ എന്ന് മാത്രം വിചാരിക്കുക. റിഡ്ജ് എന്നുള്ളതിന് പകരം 2 സ്ലോപ്പിംഗ് സർഫസുകൾ ഇന്റർസെക്ട് ചെയ്യുകയും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 180 ഡിഗ്രിനേക്കാൾ മുകളിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ്. അതാണ് എന്ത്? വാലി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ് എന്ത്? വാലി. ഓക്കെ, ഈ പോർഷനാണ് വാലി. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ഈ ബട്ടർഫ്ലൈ റൂഫ് നോക്കുക. ഈ ബട്ടർഫ്ലൈ റൂഫിൽ എന്താണ്? 2 സ്ലോപ്പിംഗ് സർഫസുകൾ ഇന്റർസെക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 180 ഡിഗ്രിനേക്കാൾ കൂടുതലാണ്. സോ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? ഒരു വാലിയാണ്. ഇങ്ങനത്തെ റൂഫുകൾ ഉണ്ട്, അതിന് ബട്ടർഫ്ലൈ റൂഫ് എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വാലി വരുന്നത് എന്താണ്? ഈ ഗാബിൾ റൂഫുകളിൽ അല്ലെങ്കിൽ ഹിപ്പ് റൂഫുകളിലൊക്കെ നമ്മൾ എന്താണ് എക്സ്ട്രാ റൂഫ് കൊടുക്കുമ്പോൾ, ഒരു സൈഡിലേക്ക് പ്രൊജക്ഷൻ കൊടുക്കുമ്പോഴൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വാലി ഫോം ചെയ്യുന്നത്. വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? വാലീസ് പ്രൊവൈഡ് ചെയ്തത്. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനുകളിലേക്ക് സ്ലോപ്പ് ചെയ്യുന്ന റൂഫ് സർഫസുകൾ വരികയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? വാലി ആയിരിക്കും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഹൊറിസോണ്ടൽ വുഡൻ ഓർ സ്റ്റീൽ മെമ്പർ യൂസ് ടു സപ്പോർട്ട് കോമൺ റാഫ്റ്റർ ഓഫ് എ റൂഫ് വിത്ത് വെൻ ദ സ്പാൻ ഈസ് ലാർജ്. സ്പാന് വലുതാവുമ്പോൾ കോമൺ റാഫ്റ്ററുകളെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ വുഡൻ അല്ലെങ്കിൽ സ്റ്റീൽ മെമ്പറിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ നമുക്കറിയാം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ്? റാഫ്റ്ററുകളെ കണക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പർ ഒന്നെങ്കിൽ അത് പർലിൻ ആവാം, അല്ലെങ്കിൽ ബാറ്റൺ ആവാം. റാഫ്റ്ററുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ബാറ്റൺ അല്ല, മറിച്ച് അത് പർലിനാണ്. അപ്പൊ ഇതിന്റെ ആൻസർ പർലിനാണ്. എന്തിനാണ് ബാറ്റൺ ഉപയോഗിക്കുക? ബാറ്റൺ ശരിക്ക് റൂഫ് ടൈലുകളെയാണ് എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ റാഫ്റ്ററിനെ അല്ല. അപ്പോൾ റാഫ്റ്ററുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ പറയുന്നത് പർലിൻ എന്നാണ്, റാഫ്റ്ററുകൾ തമ്മിൽ കേട്ടോ. ഇനി 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന റാഫ്റ്ററുകളാണെന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ കോളർ ബീം എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ റൂഫുകളുണ്ട്, കോളർ ബീം റൂഫൊക്കെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വാട്ട് ഈസ് സ്ട്രട്ട്? സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ മെമ്പർ അല്ല, അത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറാണ്. ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? ടൈ എന്നാണ്. വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പറിനെ നമ്മൾ പോസ്റ്റ് എന്ന് പറയും. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറിനെയാണ് നമ്മൾ സ്ട്രട്ട് എന്ന് പറയുക. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ സൈറ്റ് എക്സ്പ്ലോറേഷൻ ദ കോമൺ വാല്യൂ ഓഫ് ടെസ്റ്റ് പിറ്റ് വിത്ത് സൈഡ്സ് ഈസ്. സോയിൽ എക്സ്പ്ലോറേഷൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് പിറ്റിന്റെ സൈഡുകൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ഈ സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണ് ഒരു സൈറ്റിൽ നിന്ന് അവിടുത്തെ സ്ട്രാറ്റ എങ്ങനെയാണ്, അവിടുത്തെ സോയിൽ എങ്ങനത്തെ സോയിലാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൈറ്റ് എക്സ്പ്ലോർ ചെയ്യും. അത് പല മെത്തേഡുകളിലൂടെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് ബിറ്റ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ബിറ്റുകൾ ഫോം ചെയ്യുമ്പോൾ ടെസ്റ്റ് ബിറ്റ് സാധാരണയായിട്ട് പ്ലാനിൽ റെക്ടാങ്കുലർ ഷേപ്പിലാണ് എന്ത് ചെയ്യുക? പ്ലാൻ ഉണ്ടാവുക. അതിന്റെ ഡെപ്ത് എത്ര ഡെപ്തിൽ എടുക്കണം എന്നുള്ളത് ഓരോ ടൈപ്പ് ഓഫ് സോയിലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് ഡെപ്ത് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിന്റെ സൈഡ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യാറുള്ളത് ഒരാൾക്ക് ഇറങ്ങാൻ പാകത്തിന് വരുന്ന നീളവും വീതിയും വരുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, ടെസ്റ്റ് പിറ്റുകൾ ഫോം ചെയ്യുക. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു എത്രയാണോ ഡെപ്ത് ഉള്ളത് അതിന് അനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുക അതിന്റെ വീതി ഉണ്ടാവുക. എന്നാലും നമുക്ക് ഒരു കോമൺ ആയിട്ട് നമുക്ക് പറയാം, ഒരു ടെസ്റ്റ് പിറ്റിന് അതിന്റെ സൈഡുകൾ എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കും വീതി ഉണ്ടാവുക. ഓക്കെ, യൂഷ്വലി 1.5 മീറ്റർ ആണ് വീതി ഉണ്ടാവുക. 1.5 by 1.5 നീളവും വീതിയുള്ള ഒരു പിറ്റ്. അതിന്റെ ഡെപ്ത് എന്ത് ചെയ്യും, ഇറ്റ്സ് ലാർജ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് ദ സ്ട്രാറ്റ. ആ സോയിൽ സ്ട്രാറ്റ എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡെപ്ത് എടുക്കുന്നത്. അപ്പോൾ യൂഷ്വലി 1.5 മീറ്റർ വീതി, നീളവും വീതി ആയിരിക്കും അതിനുണ്ടാവുക സൈറ്റ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് പിറ്റുകൾക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്റ്റോൺ ഫിനിഷ് ദ സർഫസ് ഓഫ് ദ സ്റ്റോൺ ഈസ് മെയ്ഡ് അപ്രോക്സിമേറ്റ്ലി സ്മൂത്ത് വിത്ത് എ സോ ഓർ വിത്ത് എ ചിസൽ ഈസ് നോൺ ആസ്. സോ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിസൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സർഫസിന്റെ, ഒരു സ്റ്റോൺ സർഫസിനെ സ്മൂത്ത് ആക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്, അല്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഫിനിഷ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ പ്ലെയിൻ ഫിനിഷ് എന്നുള്ളതാണ്. നമ്മളൊരു സോ ഉപയോഗിച്ചാൽ ചിസൽ ഉപയോഗിച്ച് അതിന്റെ സർഫസിനെ സ്മൂത്ത് ആക്കുന്നതിനെയാണ് നമ്മൾ പ്ലെയിൻ ഫിനിഷ് എന്ന് പറയാം. ഇനി എന്താണ് ഈ കോംബ്ഡ് ഫിനിഷ്? കോംബ്ഡ് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇപ്പോൾ ഒരു ചീപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോംബ് ചെയ്ത പോലെ ആയിരിക്കും അതിന്റെ സർഫസ് ഉണ്ടാവുക. അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ലൈനുകൾ ഫോം ചെയ്തുകൊണ്ടാണ് കോംബ്ഡ് ഫിനിഷ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് റെറ്റിക്കുലേറ്റഡ് ഫിനിഷ്? ഈ ഫിഗറിൽ കാണുന്നതാണ് റെറ്റിക്കുലേറ്റഡ് ഫിനിഷ്. റെറ്റിക്കുലേറ്റഡ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് ലൈക്ക് അപ്പിയറൻസ് കിട്ടുന്ന പോലെ ആയിരിക്കും എന്ത് ചെയ്യുക ഫിനിഷ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെറ്റിക്കുലേറ്റഡ് ഫിനിഷ് ഫോം ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനത്തെ സ്റ്റോണുകൾ റെറ്റിക്കുലേറ്റഡ് ഫിനിഷ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ എഡ്ജ് എന്ത് ചെയ്യും, ഒരു 20 mm നമ്മൾ അതിന്റെ എഡ്ജുകൾ എന്ത് ചെയ്യും, ആദ്യം പ്ലെയിൻ ആയിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് റെറ്റിക്കുലേറ്റഡ് ഫിനിഷ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു അപ്പിയറൻസ് ആയിരിക്കും എന്ത് ചെയ്യുക സ്റ്റോണിന് കിട്ടുക. പിന്നെയുള്ള സ്കാബ്ലിംഗ് ഫിനിഷ് ആണ്. സ്കാബ്ലിംഗ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ സ്കാബിൾഡ് ഹാമർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള പ്രൊജക്ഷനൊക്കെ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫിനിഷുകളെയാണ് സ്കാബ്ലിംഗ് ഫിനിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.